ഹൃദയ സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഹൃദയ സംവാദം പരിപാടിയിൽ ഷിക്കാഗോ സെൻറ് തോമസ് സീറോ മലബാർ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ ഷിക്കാഗോ സെൻറ് തോമസ് സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോയി ആലപ്പാട്ട് അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛാ, ഈശ്വരൻ സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ സ്നേഹപൂർവ്വം ഹൃദയ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛന് വൈദികനായിട്ട് ഏതാണ്ട് 31 വർഷത്തോളമായി. അച്ഛൻ്റെ ജീവിതം അമേരിക്കയിൽ എത്തിയിട്ട് തന്നെ ഏതാണ്ട് 18 വർഷമായി. അപ്പം അച്ഛൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ഛൻ്റെ ബാല്യം, അച്ഛൻ്റെ കുടുംബം, അച്ഛൻ്റെ സ്വന്തം രൂപതയായ ഇരിങ്ങാലക്കുട, സ്വന്തം ഇടവക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാലോം പ്രേക്ഷകർക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ബാല്യം? ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു അച്ഛനാണ്. തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമീണ ഇടവകയിലാണ് എൻ്റെ ആരംഭം. വിശുദ്ധ യോഹന്നാൻ നെപ്പുമസിയാൻ്റെ നാമധേയത്തിലുള്ള പറപ്പൂക്കര ഇടവക പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ആരംഭിക്കുന്നത് തന്നെ. എൻ്റെ കുടുംബം ആലപ്പാട്ട് തേക്കേത്തല കൊച്ചുവറീത് റോസി ദമ്പതികളുടെ മകനായിട്ട് ജനിച്ച ഞാൻ ആദ്യം പഠിച്ചിരുന്നത് എൻ്റെ അമ്മ വീടായ പുത്തമ്പള്ളി, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പുത്തമ്പള്ളി പള്ളിയിലായിരുന്നു എൻ്റെ ആരംഭകാല തുടക്കമുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നീടാണ് ഞാൻ പറപ്പൂക്കരയിലേക്ക് വരുന്നത്. എൻ്റെ ആദ്യ കുർബാന സ്വീകരണവുമൊക്കെ പുത്തമ്പള്ളി ഇടവക പള്ളിയിലായിരുന്നു. പിന്നെ ഞാൻ 7ാം ക്ലാസ് മുതൽ ഞാൻ പറപ്പൂക്കരയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിലെ പല അച്ഛന്മാരും സിസ്റ്റേഴ്സും എൻ്റെ ദൈവവിളിയിൽ വളരെ പ്രചോദനം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓർമ്മിക്കുന്നതായ എടുത്തു പറയത്തക്ക ചില വ്യക്തികളുണ്ട്. ഒന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന ഒരു ഫാദർ ജേക്കബ് ചാലയ്ക്കൽ, അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ കുർബാനയ്ക്ക് കൂടാനൊക്കെ ആയിട്ട് പഠിക്കുന്നതും. ആ കാലഘട്ടത്തിലാണ് നമ്മളുടെ കുർബാന മലയാളത്തിലേക്ക് വരുന്നതും. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ കൂടി പള്ളിയുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ മ്യൂസിക്കുമായിട്ട് വളരെ അടുത്തിടപഴകാനായിട്ട് എനിക്ക് ആ അവസരത്തിലാണ് കൂടുതൽ അവസരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഗായക സംഘം രൂപീകരിക്കുവാനായിട്ട് അച്ഛൻ തുടങ്ങിയ അവസരത്തിൽ ഞാനും ആ ഗായക സംഘത്തിലെ ഒരു അംഗമായി. അപ്പോൾ ഗാനം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ അത് ഒരു പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രചോദനമേകി. അതിനു മുമ്പ് വരെയൊക്കെ പല സിനിമ പാട്ടുകളും നാടക പാട്ടുകളും മാത്രം പാടി നടന്നിരുന്ന ഞാൻ ഈ ഭക്തിഗാനങ്ങളിലേക്കൊക്കെ ആകൃഷ്ടനായി. അങ്ങനെ പള്ളിയിലത്തെ ഒരു ഗായക സംഘ ലീഡറായിട്ട് മാറുകയും ഞാൻ അത്യാവശ്യം കീബോർഡൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പാട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ദേവാലയ ശുശ്രൂഷയായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ ഒരു ആത്മീയമായ ഒരു ഉണർവും വളർച്ചയും ഉണ്ടാകുവാനുമായിട്ട് അത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അച്ഛനിപ്പോൾ അച്ഛൻ്റെ ബാല്യത്തിലെ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, ഇടവക ദേവാലയത്തെക്കുറിച്ചും നന്നായി പറഞ്ഞു. അച്ഛൻ്റെ കുടുംബം അച്ഛൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിലും അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ ചെലുത്തിയൊരു സ്വാധീനം എങ്ങനെയാണ്? എന്നെ ഞാനാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബമാണ്. ഞാൻ വളർന്ന കുടുംബം, അതുപോലെ കുടുംബ സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെയധികം സ്വാധീനമാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ സാമ്പത്തിക ശേഷി വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാമാന്യം ഒരു സാധാരണ കുടുംബമായിരുന്നു. അത്യാവശ്യം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോയിരുന്നത്. കുടുംബത്തിലെ ചില വ്യക്തികളുടെ പ്രത്യേകമായ ഒരു പരിപാലനം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എനിക്ക് വളരെയധികം സഹായമായിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അമ്മയുടെ ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. അവർ അവിവാഹിതയായിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ വളരെ സമയം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ മറിയാമ്മ, വല്യമ്മ
വളരെയധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിലെ പ്രാർത്ഥന നടത്തുവാനായിട്ട് കുട്ടികളായി ഞങ്ങളെയൊക്കെ എപ്പോഴും വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വലിയൊരു പ്രചോദനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള മറ്റ് അച്ഛന്മാർ. അതിലേറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ഛൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സ്വാധീന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതശൈലി, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ, പറഞ്ഞു തന്നിട്ടുള്ള ചില ജീവിത വീക്ഷണങ്ങൾ, ഇതൊക്കെ എൻ്റെ ദൈവവിളിക്ക് വളരെയധികം പ്രചോദനമേകിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, എനിക്കും അതുപോലെ ഒരു വൈദികനാകാൻ കഴിയണം. ഞാൻ അതുപോലെ മറ്റുള്ളവർക്ക് കൂടുതൽ സേവനം ചെയ്യാനും മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുന്നതായ ഒരു വൈദികനായിട്ട് തീരണം എന്നുള്ള ഒരു അഭിവാഞ്ച എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ അച്ഛന് ദൈവവിളി ഉണ്ട് എന്ന ഒരു ചിന്ത ഈ വൈദികരുടെ ഒക്കെ ജീവിതത്തിലെ സ്വാധീനം കൊണ്ടാണോ, അതോ ദൈവവിളി ഉണ്ട് എന്നൊരു തോന്നൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ എങ്ങനെയാണത്? ദൈവവിളി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മുന്നേ തൊട്ട് തന്നെ, എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. അല്ല, അത് നമ്മൾ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായി, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ദൈവവിളി ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഗായക സംഘവുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, പള്ളിയിലെ ശുശ്രൂഷകളിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നു, പിന്നെ പള്ളിയും മറ്റു കാര്യങ്ങളും വീട്ടിലെ പ്രാർത്ഥനകളും എല്ലാമായിട്ട് ഒരുമിച്ച് ഒത്തിരി പാരിഷ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്ത് പോകുമ്പോൾ സെൻറ്റ് വിൻസെൻ്റ് പോൾ സംഘടന, പിന്നെ അതുപോലെ കുടുംബ സമ്മേളന യൂണിറ്റുകളിലുള്ള പ്രവർത്തനം, അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് നമുക്ക് ഒരു നല്ല ഒരു പ്രോത്സാഹനം, നമ്മളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു ആഗ്രഹത്തെ ഉണർത്താനായിട്ട് അത് സഹായിച്ചു. അപ്പോൾ അത് വീക്ഷിച്ച പല വ്യക്തികളും എന്നെ പ്രോത്സാഹിപ്പിച്ചു, മോനെ നീ ഒരു അച്ഛനാവും കേട്ടോ, അല്ലെങ്കിൽ നിനക്കൊരു വൈദികനാകാനുള്ള ഒരു വിളി നിനക്കുണ്ട് കേട്ടോ എന്ന് പലരും അത് നോട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയപ്പോൾ, അപ്പം ശരി, അത് പുലുകണം, എനിക്കതിൻ്റെ പിന്നാലെ അത് എനിക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരാഗ്രഹം എന്നിൽ തന്നെ ഉടലെടുത്തു. അതിനു വേണ്ടിയിട്ട് പിന്നെ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. ഒരു മിഷണറി വൈദികനായിട്ട് വളരെ ദൂരങ്ങളിലൊക്കെ പോയിട്ട് പ്രസംഗിച്ച് ഇങ്ങനെ ആൾക്കാരോട് ദൈവവചനം പറയണം എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രചോദനം. കാരണം ഇടവകയിൽ പല അച്ഛന്മാരും വന്ന് ഇങ്ങനെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ, മിഷൻ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ, ധ്യാന പ്രസംഗങ്ങൾ നടത്തണു, അവരൊക്കെ വന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രചോദനം ഉണ്ടാകുന്നതാണ്. അപ്പം അതുപോലെ നമ്മളും പോയിട്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുക്കുന്ന വിധത്തിൽ നമുക്കൊരു വൈദികനാകണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇടവക വൈദികനാകാനുണ്ടായ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ ആദ്യം ഒരു കപ്പുച്ചിൻ വൈദികനാകാനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം. അതനുസരിച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അവിടുത്തെ അടുത്തുള്ള കപ്പുച്ചിൻ ആശ്രമത്തിൽ അറിയിച്ചു. അവർ എന്നെ വന്ന് കൊണ്ടുപോകാനായിട്ട് വന്ന അവസരത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, അയ്യോ ഈ ചെറുക്കനെ ദൂരേക്കൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ വൈദികനാകാനേ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ അധികം ദൂരത്തേക്കൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ നിഷ്കർഷിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ അടുത്തുള്ള സെമിനാരി, നമ്മുടെ രൂപത സെമിനാരിയിൽ ചേർന്ന് അച്ഛനായിക്കോളാൻ മാറുന്നു. അങ്ങനെ പിന്നെ അമ്മയുടെ ആഗ്രഹത്തിന് അങ്ങനെ വഴങ്ങി ഇടവക വൈദികനാകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ ആഗ്രഹത്തോടും അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള ഒരാഗ്രഹം, അല്ലെങ്കിൽ അതിന് അച്ഛൻ തയ്യാറായപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് ഒരു നല്ല വൈദികനെ കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയിൽ അച്ഛൻ വൈദികനായി. അച്ഛൻ്റെ സെമിനാരി വിദ്യാഭ്യാസം ആദ്യം തോപ്പ് സെമിനാരിയിൽ തൃശ്ശൂർ ആരംഭ സെമിനാരി നടത്തി. അതിനുശേഷം ഞാൻ കോട്ടയം സെമിനാരിയിലാണ്, നമ്മുടെ വടവാതൂരുള്ള കോട്ടയം സെമിനാരിയിലാണ് ഞാൻ എൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. ഈ വൈദിക പരിശീലനം പൂർത്തിയാക്കി വൈദിക വൃത്തിയിലേക്ക് വരുമ്പോൾ, ഈ ഒരു വലിയ വിളിയിലേക്ക് വരുമ്പോൾ അച്ഛനൊരു ചിന്ത ഉണ്ടായിരുന്നിരിക്കണം, ഞാനൊരു വൈദികനായിട്ട് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെ ഇന്നതാണ് എൻ്റെ ഒരു പ്രവർത്തന മാർഗം, അങ്ങനെ ഒരു ചിന്തയൊക്കെ അച്ഛനുണ്ടായിരുന്നു? എനിക്ക് ഏറ്റവും അധികം എൻ്റെ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്
ഒരു ഈ ഗാന ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് സെമിനാരി കാലത്തും ഞാൻ ഒരു കൊയർ മാസ്റ്ററായിട്ട് ഞാൻ സെമിനാരിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പാട്ടുകളോട് എനിക്ക് വലിയ ആഭിമുഖ്യമായിരുന്നു. പിന്നെ അത്യാവശ്യം ഞാൻ കീബോർഡൊക്കെ വായിക്കും എന്നുള്ളത് കൊണ്ട് കുർബാനകൾക്കൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കൂടി ആ ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ ഗാനങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ടാണെങ്കിലും പിന്നെ അത്യാവശ്യം ചില അവസരങ്ങളിലൊക്കെ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി അന്നൊക്കെ കാസറ്റ് രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് അത് CD-കളായി. അങ്ങനെ ഏകദേശം ഒരു 10-50ഓളം ഗാനങ്ങൾ പല അവസരങ്ങളിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഗാനമാണ് കാനായിലെ കല്യാണ നാളിൽ എന്നുള്ളത്. അത് ഞാൻ ചെന്നൈയിൽ മിഷൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശ്രീ യേശുദാസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഇടയായതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. ആ ഒരു കാസറ്റ്, ഒരു വർഷത്തെ ക്രിസ്മസ് ഗാന കാസറ്റ് ശ്രീ യേശുദാസ് ഇറക്കിയപ്പോൾ അതിൽ എന്നെ കൊണ്ടാണ് എഴുതിച്ചത്. ഈ പാട്ട് ഒരുപക്ഷെ അച്ഛൻ എഴുതിയതാണെന്ന് അധികം പേർക്ക് അറിവില്ലായിരിക്കാം. കാനായിലെ കല്യാണ നാളിൽ എന്നുള്ള ആ ഗാനം അതിമനോഹരവും വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. ഇതുകൂടാതെ അച്ഛൻ്റെ മറ്റൊരു ഗാനം കൂടെ വളരെ പ്രസിദ്ധമായിട്ടുണ്ടല്ലോ, അതേതാണ്? ദർശനം നൽകണേ മിശിഹായെ എന്ന ദർശനം നൽകണേ മിശിഹായെ എന്ന ഗാനം. ഈ രണ്ട് പാട്ടുകളും ആദ്യകാലത്ത് വർഷങ്ങളോളം കേട്ടിട്ടും അത് അച്ഛനാണ് എഴുതിയത് എന്ന് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛനെ ചെറുപ്പം മുതൽ തന്നെ, അച്ഛൻ പറഞ്ഞല്ലോ കൊയറിൽ ഉണ്ടായിരുന്നു, സെമിനാറിലായിരുന്നപ്പോൾ കൊയർ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. ഒരുപക്ഷെ ദൈവം ഈ ഒരു മേഖലയിൽ അച്ഛനെ കാര്യമായ ഒരു നിക്ഷേപം പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ ഹൃദയത്തിൽ വച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം. ഇപ്പോഴെങ്ങനെയാണ് ഈ ഗാനരചനയും അല്ലെങ്കിൽ ഈ സംഗീതമായിട്ടുള്ള ഒരു ജീവിതം പോകുന്നത്? ഈ ഇടവക ഭരണത്തിൽ നമുക്ക് അധികം സമയം ഈ ഗാനരചനയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിനൊരു നല്ല ഒരു പ്രാർത്ഥനാ നിമിഷങ്ങളും നമുക്ക് അതിന് വേണ്ടതായ ഒരു സാവകാശവും നമുക്ക് കിട്ടണം. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഗാനങ്ങൾ അത് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ ആ ഗാനങ്ങൾക്ക് ഒരു ചൈതന്യം ഉണ്ടാകുള്ളൂ, ഒരു ജീവൻ ഉണ്ടാകുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും അധികം ആവശ്യം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം ഈ സെമി ക്ലാസിക്കൽ പാട്ടുകൾ നമ്മുടെ ക്രിസ്ത്യൻ രൂപത്തിൽ, ക്രിസ്ത്യൻ ആശയങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ചില പാട്ടുകൾ അതിനുവേണ്ടി ചിട്ടപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ദൈവത്തിൻ വത്സല സോദരരെ എന്നാരംഭിക്കുന്ന ഒരു ഗാനം. വളരെ നല്ല ക്രിസ്മസിനെ കുറിച്ചുള്ള നല്ലൊരു ഗാനമായിരുന്നു. അത് ഒരുപിടി സ്റ്റേജുകളിൽ കുട്ടികൾ ഡാൻസ് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഈ വൈദിക ജീവിതത്തിൽ എത്ര വർഷം അച്ഛൻ കേരളത്തിലുണ്ടായിരുന്നു? എനിക്കൊന്ന് അമേരിക്കയിൽ എത്തിയിട്ട് ഏതാണ്ട് ഞാൻ 18 വർഷത്തോളമായിട്ട് ഞാൻ അമേരിക്കയിലുണ്ട്. അതിന് മുമ്പുള്ള വൈദിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, എൻ്റെ വൈദിക വൃത്തിയിൽ ഏറ്റവും അധികം സമയം ഞാൻ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സേവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രവാസികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അത് അന്യനാട്ടിലും സ്വന്തം നാട്ടിലും. ഇന്ത്യയിൽ നമ്മുടെ ചെന്നൈ, അന്ന് മദ്രാസ് എന്ന് പറയുന്ന ഇന്നത്തെ ചെന്നൈയിൽ നമ്മുടെ സീറോ മലബാർ സഭാംഗങ്ങളുടെ അജപാലന ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടത് ഇരിഞ്ഞാലക്കുട രൂപതേനെയാണ് സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസ് ഏൽപ്പിച്ചത്. അപ്പോൾ അവിടേക്ക് അച്ഛന്മാർ എന്നെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്ന് 2-3 അച്ഛന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. പോയി തുടങ്ങുന്ന കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് അയച്ചു. അത് 2ാം വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേകമായിട്ട് സഭാപിതാക്കന്മാർ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെല്ലാം ഒരു സഭയുടെ മക്കൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ ആ സഭാമക്കൾക്ക് ആ സഭാമക്കളുടെ വിശ്വാസ പാരമ്പര്യങ്ങൾക്കും ആധ്യാത്മിക പൈതൃകങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കണം എന്നുള്ളത് സഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിതാക്കന്മാർ അച്ഛന്മാരെ അയച്ച് അവിടെ മിഷൻസൊക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അവരാദ്യം വിചാരിക്കുന്നത് ഞങ്ങളുടെ സ്വൈര്യം കടത്താൻ വേണ്ടി വന്നവരാണ് എന്നുള്ള രീതിയിലാണ് അവരത് കാണുന്നത്.
സഭയുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള മിഷൻസ് നമ്മുടെ ഭാവിക്ക് ആവശ്യമാണ്, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിക്ക് അത് ആവശ്യമാണ് എന്നുള്ള വസ്തുത അവരെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു ആരംഭ കാലഘട്ടത്തിൽ. അങ്ങനെ ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ എനിക്കിത് എന്തുകൊണ്ടാണ് ആൾക്കാർ അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എനിക്ക് അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഞാൻ അക്ഷീണം പ്രയത്നിക്കുകയും അത് വളരെയധികം വിജയിക്കുകയും ചെയ്തു. കുറേ കഷ്ടപ്പാടുകളുണ്ടായെങ്കിലും അതിലെനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. ഇന്ന് മദ്രാസ് മിഷൻ അല്ലെങ്കിൽ ചെന്നൈ മിഷൻ വളരെയധികം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ ഒരു രൂപതയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനുശേഷമാണ് ഞാനിവിടെ അമേരിക്കയിലേക്ക് വരാനിടയായത്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രചോദനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മളുടെ പ്രവാസികളായിട്ട് അമേരിക്കയിൽ വന്നിരിക്കുന്നതായ നമ്മുടെ ആൾക്കാരുടെ ഇടയിലും നമുക്ക് ഈ സഭാപരമായ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണമെന്നും നമുക്ക് സ്വന്തമായ ദേവാലയങ്ങളും സ്വന്തമായ സംവിധാനങ്ങളും ആരാധനാ രീതികളും നമ്മുടേതായ രീതിയിൽ ഉണ്ടാകണം എന്ന് എൻ്റെ മനസ്സിൽ വളരെയൊരു ആഗ്രഹം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നവരോടും ഞാൻ കിട്ടുന്ന അവസരങ്ങളിലും ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഞാനിത് അവരോട് പറയുമായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ അതിനോട് എതിർപ്പുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെക്കുറിച്ച്. പക്ഷേ അത് പറഞ്ഞ് ബോധ്യപ്പെട്ട് അത് മനസ്സിലായി അതിൻ്റെ ഗുണങ്ങൾ അവർ അനുഭവിച്ചറിയാൻ തുടങ്ങിയപ്പോൾ വലിയൊരു ഭാഗം ആൾക്കാർ അതിനോട് യോജിച്ച് മുന്നോട്ട് വന്നു. അങ്ങനെ ക്രമേണ നമുക്കിവിടെ അമേരിക്കയിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് രൂപതയുണ്ടായി. അപ്പോൾ എനിക്ക് രൂപത ഉണ്ടാകുന്നതിന് മുൻപും രൂപത ഉണ്ടായതിന് ശേഷവുമുള്ള അവസ്ഥ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ രൂപത ഉണ്ടാകുന്നതിന് മുമ്പുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7-8 വർഷത്തോളം രൂപത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ അമേരിക്കയിലുണ്ട്. രൂപത ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പ്രവർത്തിച്ചിട്ട് അന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന പല അസോസിയേഷൻസ് അന്നെല്ലാം വളരെയധികം പല ആത്മായ അസോസിയേഷൻസ് ആയിരുന്നു. ആ അസോസിയേഷൻസിനെല്ലാം ഒരു സെക്കുലർ നേച്ചറായിരുന്നു. അത് കാരണം നമുക്ക് ഒരുപിടി ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഒത്തിരി നമുക്ക് കടന്നു ചെല്ലാനായിട്ട് അവരിഷ്ടപ്പെട്ടിരുന്നില്ല. അവരത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ അവിടെ ചെല്ലുകയും നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള ഒരു ആത്മീയമായ ഉണർവ് അവർക്കുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെന്നെ അതിനെ വളരെയധികം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ രൂപത ഉണ്ടായിരിക്കുന്നതിൻ്റെ പിന്നിൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പല സംഘടനകളുമാണ് അതിന് ഒരു വഴി ഒരുക്കിയിട്ടുള്ളത്. അതിലൂടെ വളർന്നു വന്നിട്ടാണ് കുറേ സ്ഥലങ്ങളിൽ ഇടവകളൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് രൂപത ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സമൂഹങ്ങളായിട്ട് എനിക്ക് വളരെ അടുത്ത് ഇടപെടുകാൻ അവർക്ക് കുർബാന എല്ലി കൊടുക്കുന്നതിലും അവർക്ക് അവരുടെ കുടുംബ സന്ദർശനത്തിനും ഇനിയിപ്പോൾ അവരുടെ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനും ഒക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻഫോർമൽ മിനിസ്ട്രി രൂപത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ രൂപത വന്നപ്പോൾ ഞാൻ പിതാവ് എന്നെ രൂപതയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ രൂപതയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അധികവും എൻ്റെ പ്രവർത്തന കേന്ദ്രം ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഏരിയയിലാണ് എൻ്റെ അധിക പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത്. ഗാർഫീൽഡ് ഇന്ന് പ്രവർത്തിക്കുന്ന ഗാർഫീൽഡ് മിഷൻ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കൃതമാക്കാനായിട്ട് ദൈവം ഒരുപാട് എന്നെ സഹായിച്ചു. ഞാൻ എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് അപ്പോഴൊക്കെ ദൈവം അതിന് വേണ്ട വഴി ഒരുക്കി തന്നു. അങ്ങനെ ഒരു ദേവാലയം അവിടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ലഭിച്ചു. ആ ദേവാലയത്തിലായിരുന്നു ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ കത്തീഡ്രലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അച്ഛനെ ഇത്രയും വർഷം രൂപത ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടാകുന്നതിന് ശേഷവുമുള്ള പ്രവർത്തന അനുഭവങ്ങൾ 18 വർഷത്തെ അനുഭവം നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ എന്നും പ്രവാസികളുടെ ഇടയിലാണ് ജോലി ചെയ്തിട്ടുള്ളതെന്ന് അച്ഛൻ പറഞ്ഞു. ഇവിടുത്തെ പ്രവാസികളായ അല്ലെങ്കിൽ ഇവിടെ പ്രവാസികളായി എത്തിയിട്ടുള്ള സീറോ മലബാർ കത്തോലിക്ക കുടുംബങ്ങളുടെ ആധ്യാത്മിക നിലവാരത്തെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കുമ്പോൾ അച്ഛൻ എന്താണ് പെട്ടെന്ന് അച്ഛൻ്റെ ശ്രദ്ധയിലേക്ക് അല്ലെ ചിന്തയിലേക്ക് അല്ലെ ഒരു പ്രധാന ആവശ്യം എന്ന രീതിയിൽ കടന്നു വരുന്നത് എന്താണ്?
ഇവിടുത്തെ ആധ്യാത്മീയമായ തലത്തിൽ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ പരിഗണിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഈ ബദ്ധപ്പാടുകളുടെ ഒരു ജീവിതമാണല്ലോ. ഈ ബദ്ധപ്പാടുകളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം അവസാനത്തേക്ക് വയ്ക്കുന്നത് നമ്മുടെ ആത്മീയമായ കാര്യങ്ങളാണ്. ബാക്കി ഇപ്പോൾ ജോലി, വിദ്യാഭ്യാസം, കുട്ടികളുടെ വളർച്ച, ബാക്കി സ്പോർട്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും അവസാനം മാത്രം ആത്മീയതയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു രൂപത വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ രൂപത വന്നപ്പോൾ നമുക്ക് അതിനൊരു ചട്ടക്കൂടുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ കുറേ കൂടി ആത്മീയമായ ഉണർവിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേദപാഠ ക്ലാസ്സുകളിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വേദപാഠം പഠിപ്പിക്കാൻ തന്നെ വളരെയധികം പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ കുർബാനയിലാണെങ്കിലും ഞായറാഴ്ചകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കാനായിട്ടുള്ള താല്പര്യം മനസ്സിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമുക്കൊരു വേണ്ടത്ര വിശ്വാസത്തിൻ്റെ അറിവിൻ്റെ കുറവ് പലപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ചില കലഹങ്ങൾ ഉണ്ടാവണു, അല്ലെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണു. പലർക്കും പല കാര്യങ്ങൾ വിട്ടുകൊടുക്കാനായിട്ടുള്ള മനസ്ഥിതി ഇല്ലാതെ വരണു. അങ്ങനെയുള്ള ചില കടുംപിടുത്തങ്ങൾക്കൊക്കെ കാരണമാകുന്നത് നമ്മൾ ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ശരിയായ അറിവ് നമുക്ക് അതിനെക്കുറിച്ച് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ തർക്കമുണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോൾ ശരിയായ ഒരു അറിവിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒത്തിരി സെക്കുലറൈസേഷനിലേക്കുള്ള ഒരു സന്നദ്ധത, അതായത് നാട്ടിൽ വളരെ ആത്മീയമായിട്ട് വളർന്ന പല കുടുംബങ്ങളും ഇവിടെ വരുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് സെക്കുലറൈസ്ഡ് ആയിട്ട് പോകുന്നു. അത് ഒരു വലിയ ആപത്താണ്. അവർ വിചാരിക്കുന്നത് അമേരിക്കയിൽ വന്നാൽ ഇങ്ങനെയൊക്കെ പെരുമാറിയാലേ അമേരിക്കക്കാരനാവുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ പലപ്പോഴും നമ്മളിൽ നിക്ഷിപ്തമായിരുന്ന ആത്മീയമായ പല സാധ്യതകളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അങ്ങനെ ഒരു ഭൗതികതയിലേക്കുള്ള ഒരു തിടുക്കം, ഒരു ചായ്വ്, പിന്നെ കൂടുതലായിട്ടൊരു സാമ്പത്തിക കൗതുകം. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണ പലർക്കും ഉണ്ട്. അത് അവസാനമാണത് മനസ്സിലാകുന്നത്. സാമ്പത്തികമായിട്ട് മാത്രമല്ല നമുക്ക് പുരോഗതി ഉണ്ടാകേണ്ടത്, നമുക്ക് ആത്മീയമായ പുരോഗതി കൂടി ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ നേടിയതും നമ്മൾ ഉണ്ടെന്ന് പറയുന്നതും എല്ലാം വൃഥാവിലാണെന്ന് മനസ്സിലാകുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ഈ രൂപത വന്നതിന് ശേഷം, രൂപതയ്ക്ക് മുന്നുമുള്ള അവസ്ഥകൾ ഞാൻ പരിഗണിക്കുമ്പോൾ, രൂപത വന്നതിന് ശേഷം ദർ ഈസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു ഗുണനിലവാരത്തിൽ നമ്മളുടെ കുടുംബങ്ങളിൽ വളരെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ആധ്യാത്മികതയെക്കുറിച്ചും ജനങ്ങളുടെ ഇവിടെയുള്ള പൊതുവായ ഒരു ചിന്താധാരയെക്കുറിച്ചും പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിൽ അച്ഛൻ പറയുകയുണ്ടായി. ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു ചിന്തയാണ്, ഒരു 23-24 വയസ്സ് മുതൽ 60-65 വയസ്സ് വരെ ജോലി ചെയ്യുന്നതിന് വേണ്ടി 4 വർഷത്തെ തുടർച്ചയായ, അല്ലെ 5-6 വർഷത്തെ തുടർച്ചയായ പഠനവും പരിശീലനവും, ഒരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളും എല്ലാവരും വളരെ ശ്രദ്ധയോടെ വളരെയേറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് ഈ ആധുനിക ലോകത്തിലുള്ള ഒരു ക്രൈസ്തവ കുടുംബ ജീവിതം. ഈ ഒരു കാര്യത്തിൽ ആവശ്യമായ ഒരു പരിശീലനം കിട്ടാതെയാണ് മഹാഭൂരിപക്ഷം പേരും കുടുംബജീവിതത്തിലും സഭാപ്രവർത്തനങ്ങളിലുമൊക്കെ എത്തിപ്പെടുക. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെ കൂടുതലുള്ളത്. ഇത് സാധിക്കാതെ പോയ കുടുംബങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരു പാളിച്ച ഉണ്ടാവാതെ സഭയോടും സമൂഹത്തോടുമുള്ള ദൗത്യവും കടമയൊക്കെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ ഇന്ന് പ്രാപ്തമാക്കുക? അതിന് നമ്മളുടെ ഇടവകകൾ വിവിധ കുടുംബ യൂണിറ്റുകളായിട്ട് തിരിച്ചുകൊണ്ട് അവിടെ നമ്മൾ ഒരു അഡൾട്ട് കാറ്റഗിസം, നമ്മൾ കുടുംബ സമ്മേളന യൂണിറ്റുകളിൽ നമ്മളൊരു കാറ്റഗിസം പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കണം. കുറച്ച് കുടുംബങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് വാർഡ് പ്രയേഴ്സ് അല്ലെങ്കിൽ കുടുംബ സമ്മേളനങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് ഒരു അവസരം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഇടവകയിൽ നടക്കുന്ന വേദപാഠത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മളൊരു കുടുംബ കാറ്റഗിസം നമ്മൾ തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു ഫോർമേഷന് നമുക്ക് സാധിക്കത്തുള്ളൂ.
അച്ഛൻ വളരെ കാതലായ ഒരു കാര്യമാണ് അച്ഛൻ്റെ ആഗ്രഹമായിട്ട് അച്ഛൻ പങ്കുവച്ചത്. അത് സാധിക്കാൻ, അത് നടപ്പാക്കാൻ പരിശുദ്ധാത്മാവ് അച്ഛനെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവിളിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ ഒരു ചിന്തയും വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു പ്രവർത്തന മേഖലയൊക്കെ ഉണ്ടാവും. ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും എന്തെങ്കിലും കാര്യമായി ചെയ്യണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഏറ്റവും അധികം ശ്രദ്ധ ഈ മിനിസ്ട്രിയിൽ ഞാൻ ചെലുത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വളർന്നു വരുന്ന തലമുറയിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, യൂത്ത് ആൻഡ് ചിൽഡ്രൻ, അവരിലാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് ഈ വിശ്വാസ വളർച്ച നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുപോലെ ആരാധനാക്രമത്തിൽ അവർക്ക് നല്ല പരിശീലനം നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർക്ക് അതിന് സാധിക്കുന്ന അവരുടെ ഭാഷയിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ മലയാളത്തെ മാത്രം ആശ്രയിച്ചിട്ട് നമുക്ക് ഒരു ഫോർമേഷൻ ഇവിടെ അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുകയില്ല. നമുക്കത് ഇംഗ്ലീഷിലേക്ക് നമ്മുടെ ആരാധനാക്രമങ്ങൾ നമ്മൾ പകർത്തുകയും അതിൽ കുട്ടികളെയും യുവജനങ്ങളെയും പരിശീലിപ്പിക്കുകയും അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അവരെപ്പോഴും ഈ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറും. അത് വരാതെ അവരുടേതായ ഒരു ലിറ്റർജിക്കൽ കൾച്ചർ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ സഭയ്ക്ക് കൂടുതൽ നിലനിൽപ്പും കൂടുതൽ ഭംഗിയും നമുക്കുണ്ടാക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ 31 വർഷത്തെ വൈദിക ജീവിതത്തിൽ വളരെയേറെ അനുഭവങ്ങളിലൂടെ അച്ഛൻ പ്രവാസികളുടെ ഇടയിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഇന്നിവിടെ ഷാലോമിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഷാലോം പ്രേക്ഷകർക്ക് നൽകാവുന്ന ഒരു ചെറിയ സന്ദേശം അച്ഛനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രവാസികളുടെ ഇടയിൽ അധികം നാൾ വർക്ക് ചെയ്യാൻ സാഹചര്യം കിട്ടിയത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവർ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹമാണ്. സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, അതായത് എനിക്കിവിടെ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത, അതിനെ നമുക്ക് വിശ്വാസം കൊണ്ട് ശക്തിപ്പെടുത്തണം. ഒരു ആത്മീയമായ വിശ്വാസപരമായ കാര്യങ്ങളെ കൊണ്ട് വേണം നമുക്കതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാതെ അവർക്ക് ജീവിക്കാവുന്ന ഒരു സാഹചര്യം നമ്മൾ സഭയുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എല്ലാ മനുഷ്യരെയും വളരെയധികം പല കാര്യങ്ങളിലും വളരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മാതിരി ചില പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് വീണു പോകുന്നു. അപ്പോൾ അതിന് ഞാൻ പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബൈബിൾ വാചകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 14-ാം അധ്യായത്തിലെ 22-ാം വാക്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഒരു പ്രേക്ഷിത ദൗത്യം നമ്മളുടെ സഭയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാകണം. ഒരു വ്യക്തിയോട് നമുക്ക് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മൾ അവരെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ഉള്ളടക്കം ആയിരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു കപ്പുച്ചിൻ വൈദികനാകാൻ ആഗ്രഹിക്കുകയും എന്നാൽ തൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അനുസരണമുള്ള മകനായിരിക്കുന്നത് വഴി ഇടവക വൈദികനായി തീരുകയും എന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് വളരെയേറെ ദൂരെ പ്രവാസികളോടൊപ്പം എന്നും അജപാലന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ജോയിയച്ചൻ ഇത്രയും സമയം നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയ ചിന്തകൾ പങ്കുവെക്കുകയായിരുന്നു. അച്ഛൻ്റെ ഈ നല്ല ചിന്തകൾ ഞങ്ങളായി പങ്കുവച്ചതിന് അച്ഛനോട് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അച്ഛൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെയും ഷാലോം പ്രേക്ഷകരുടെയും എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.